നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ഭാര്യയും ഭർത്താവും കിണറ്റിനുള്ളിൽ അകപ്പെട്ടു. പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ദൃശ്യങ്ങളടക്കമുണ്ട് ഈ സംഭവം, ഈ വാർത്ത. ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് സംഭവിച്ചത്, എന്താണ് സത്യാവസ്ഥ, എന്തൊക്കെയാണ് ആരോപണങ്ങൾ എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നോക്കാം. നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം ഏറ്റുമാനൂരിൽ ഭാര്യയും ഭർത്താവും കിണറ്റിൽ വീണു. ഭർത്താവ് കിണറ്റിൽ തള്ളിയിട്ടത് എന്ന് ഭാര്യ ആരോപിച്ചു. എന്നാൽ ഭാര്യയെ രക്ഷിക്കാൻ കിണറ്റിൽ ഇറങ്ങിയതെന്നാണ് ഭർത്താവ് പറയുന്നത്. ഫയർഫോഴ്സ് എത്തിയാണ് ഇരുവരെയും കരയ്ക്ക് കയറ്റിയത്. ഏറ്റുമാനൂരിൽ വ്യാഴാഴ്ച വൈകുന്നേരമായിരുന്നു ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ശിവരാജ്, ഭാര്യ ജിനു എന്നിവരാണ് കിണറ്റിൽ ഇത്തരത്തിൽ വീണത്. തന്നെ ഭർത്താവ് തള്ളിയിട്ടെന്ന് ഭാര്യ പരാതി പറഞ്ഞു. അതേസമയം ഭാര്യ കിണറ്റിൽ വീണതുകൊണ്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കിണറ്റിൽ വീണതെന്ന് ഭർത്താവും പറയുകയുണ്ടായി. ഭാര്യ ഭർത്താക്കന്മാർ കിണറ്റിൽ വീണു എന്നതറിഞ്ഞ് നിരവധി ആളുകൾ ഓടിയെത്തി. ശിവരാജും ജിനുവും തമ്മിൽ വഴക്ക് പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കോട്ടയത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ഇരുവരെയും കരയ്ക്ക് കയറ്റിയത്. വീഴ്ചയിൽ ബിനുവിൻ്റെ കാലിന് പരിക്ക് പറ്റിയിരുന്നു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഭാര്യയെ ഭർത്താവും പെൺസുഹൃത്തും ചേർന്ന് കിണറ്റിൽ തള്ളിയിട്ടതായാണ് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. പിന്നാലെ കിണറ്റിൽ ചാടിയ യുവാവ് കിണറ്റിനുള്ളിൽ വച്ച് വീണ്ടും മർദ്ദിച്ചെന്നും ഭാര്യ പരാതിയിൽ പറയുന്നുണ്ട്. ഏറ്റുമാനൂർ പോലീസ് അഗ്നിരക്ഷാ സേനയും എത്തി ഭാര്യയും ഭർത്താവിനെയും കിണറ്റിൽ നിന്ന് കയറ്റി. ഏറ്റുമാനൂർ പുന്നത്തുറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന 37 വയസ്സുള്ള യുവാവിനെതിരെയാണ് 35 വയസ്സുള്ള ഭാര്യ പരാതി നൽകിയത്. കിണറ്റിൽ വീണ് കാലിനും കൈക്കും പരിക്കേറ്റ ഭാര്യയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യുവാവിനും പരിക്കുണ്ട്. ദമ്പതികൾ തമ്മിൽ വർഷങ്ങളായി വഴക്കും കുടുംബ പ്രശ്നങ്ങളും ഉണ്ടെന്ന് പോലീസ് പറയുന്നു. മദ്യപിച്ചെത്തി ഭർത്താവ് തന്നെ മർദ്ദിക്കുന്നതായി യുവതി ഏറ്റുമാനൂർ പോലീസിലും വനിതാ സെല്ലിലും മുൻപേ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. 2 വർഷങ്ങൾക്ക് മുൻപ് തന്നെയും മക്കളെയും ഉപേക്ഷിച്ചു പോയെന്നും പിന്നീട് വാർഡ് കൗൺസിലർ ഇടപെട്ട് തനിക്കും മക്കൾക്കുമായി വാടക വീട് എടുത്ത് നൽകിയെന്നും യുവതി പറയുന്നു. പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് യുവാവ് വീണ്ടും കുടുംബത്തോടൊപ്പം താമസം തുടങ്ങി. പക്ഷേ പ്രശ്നങ്ങൾ വീണ്ടും തുടർന്നതായി പരാതിയിൽ പറയുന്നുണ്ട്. തുടർന്നാണ് പെൺസുഹൃത്തിനെയും കൂട്ടിയെത്തി കിണറ്റിൽ തള്ളിയിട്ടതെന്നും യുവതി പറഞ്ഞു. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഏറ്റുമാനൂർ പോലീസ് അറിയിച്ചു. കിണറ്റിൽ വീണ് കാലിനും കൈക്കും പരിക്കേറ്റ യുവതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. യുവാവിനും പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. മദ്യപിച്ചെത്തി ഇയാൾ തന്നെ മർദ്ദിക്കുന്നതായി യുവതി ഏറ്റുമാനൂർ പോലീസിലും വനിതാ സെല്ലിലും മുൻപേ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. 2 വർഷം മുൻപ് തന്നെയും മക്കളെ ഉപേക്ഷിച്ചു പോയെന്നും പിന്നീട് വാർഡ് കൗൺസിൽ ഇടപെട്ട് തനിക്കും മക്കൾക്കുമായി വാടക വീട് എടുത്ത് നൽകിയെന്നും യുവതി പറയുന്നു. പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് യുവാവ് വീണ്ടും കുടുംബത്തോടൊപ്പം താമസം തുടങ്ങിയെങ്കിലും പ്രശ്നങ്ങൾ തുടർന്നു. തുടർന്നാണ് പെൺസുഹൃത്തിനെയും കൂട്ടിയെത്തി കിണറ്റിൽ തള്ളിയിട്ടതെന്നും യുവതി പറഞ്ഞു. പോലീസ് കേസെടുത്തിട്ടില്ല. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഏറ്റുമാനൂർ പോലീസ് അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങൾ കാണാം. ഇതിനെ പറ്റിയതെന്നാ? ഞാൻ എന്റെ വീട്ടിൽ ഞാൻ വീട്ടിൽ കടന്ന് എന്നെ വിളിച്ചു പിന്നെ ഇഷ്ടം എന്റെ ഫോൺ നോക്കി ഇവിടെ വിളിച്ച ഫോൺ മാത്രമേ ഉള്ളൂ. നീ അവിടെ നിന്നാ മതി. അവളെ കയറ്റണ്ട. നീ അവിടെ നിൽക്കാ. നീ അവിടെ അല്ലെന്നേ അവളെ ഇതാരുടെ വീടാ? ഞാൻ കണ്ണമ്പരായിരുന്ന വീട്ടിൽ ഇരുന്ന് എന്നെ വിളിച്ചു വരുത്തിയതാ. ഒരു കാര്യം ഫോണി വെച്ച് പയ്യെ ചവിട്ടി എന്റെ കയ്യെ ചവിട്ടി ഞാൻ കിട്ടുമ്പോ ഓരോ കാലിന് പറയാൻ ചവിട്ടി ഞാൻ. നീ മദ്യപിച്ചിട്ടുണ്ടോ? ഞാൻ വീട്ടിൽ കിടന്നായിരുന്നു. ഞാൻ മദ്യപിച്ചിട്ട് മായേ എന്നാ പറയാ? ഞാൻ വീട്ടിൽ കിടന്ന് എന്നെ വിളിച്ചു വരുത്തിയ എന്നാ പറയുന്ന? അതവിടെ ഇരിക്കട്ടെ. ഇപ്പോഴത്തെ ഇവിടുന്ന് കയറുന്ന കാര്യം ആലോചിക്കേ. ഇവിടുന്ന് കയറാൻ ഹെൽപ്പ് ചെയ്താൽ കയറാൻ പറ്റുമോ? കയറും കൂടി ഇട്ട് വരാം. വന്നല്ലേ? അവിടെ കണ്ണമ്പരായിരുന്നു, മാറിയിരിക്കുവായിരുന്നു സാറ്. ഇവിടെ വന്നില്ലായിരുന്നു. എന്നോട് കേസ് കൊടുത്തിട്ട് സാറൊന്നും ഇവിടെ വന്നില്ലായിരുന്നു. വെള്ളം ഇത്ര
ചേട്ടാ ഒന്ന് പിടിക്കണേ. ആ ഓക്കെ 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 ഓക്കെ. മാറി മാറി സൈഡിൽ മാറി സൈഡിൽ മാറി. അപ്പുറത്ത് അപ്പുറത്ത്. ചേട്ടാ കാലാദ്യം പതുക്കെ വെക്കാൻ പറ. കയറിന് ഇപ്പുറത്ത്. അടുപ്പിച്ചു കൊടുക്ക്. കാല് ആ റോപ്പിന്റെ ഇപ്പുറത്ത് ആ റോപ്പിന്റെ ഇപ്പുറത്ത് കൊണ്ടുപോകാ കാല്. ആ മതി ആള് പതുക്കെ അതിനകത്ത്. ചാടരുത് പതുക്കെ ഇറങ്ങിയാൽ മതി. പതുക്കെ ഇറങ്ങി സമയം എടുത്ത് ഇറങ്ങിയാൽ മതി. പിടിച്ചോ. ആ കമ്പി പിടി. അല്ല കുറച്ചുകൂടി പൊക്കിയിട്. മോട്ടർ അങ്ങോട്ട് കാലേ പിടിച്ചു അവൻ കയറിക്കോളും. അവന് കയറ് കൊടുത്താൽ മതി. അല്ല അവന് കയറി ഒന്നും അറിയണ്ടത്. അതിന്റെ അകത്ത് കയറി ഇരുന്നാ മതി. അതിന്റെ അകത്തേക്ക് കയറിക്കോ. ആ നെറ്റിന്റെ അകത്തേക്ക് കയറിക്കോ. അതിന്റെ അകത്ത് നിന്നാ മതി. അവിടെ പിടിച്ച് നിന്നാ മതി. കൈ നോക്കാം. ആ കൈ സൈഡിൽ തട്ടും. കൈ നിൽക്കുക. പതുക്കെ മതി. പതുക്കെ നിർത്തിയിടും. ഇനി ആ ഇവിടെ നോക്കി ഇവിടെ ലൂസായി. അല്ല കരോട്ടെ വേറെ കഥാപാത്രം കൊണ്ടുണ്ട്. അപ്പുറത്തെ നമുക്ക് പിടിക്കണമെങ്കിലേ സൈഡ് ഒരാൾ കൂടി